എവരിവൺ. അപ്പം ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഉത്രാടം ഡേ വ്ളോഗാണ്. ഉത്രാടം ഡേ ഈവനിങ് ഞാൻ കടയിൽ നിന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ശ്രീയും കൂടെ വീട്ടിലോട്ട് പോയി. കാരണം ഉത്രാടം ഡേയിൽ ഫുള്ള് നമുക്കിവിടെ നിറച്ച് വിളക്കൊക്കെ കത്തിച്ച് പടക്കം പൊട്ടിക്കലും പരിപാടിയൊക്കെയാണ്. അപ്പം ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ അതിനു വേണ്ടി വന്നിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ല. അപ്പോൾ എന്തായാലും ഡാഡി അമ്മ എല്ലാം സെറ്റ് ചെയ്യും. നമുക്ക് ഓടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആഘോഷിക്കാം. അതുകൊണ്ട് ഞങ്ങൾ ഓടി ഇങ്ങ് പോന്നു. ഞാനും ശ്രീയും എത്തിയപ്പോഴത്തേക്കൊരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ വിളക്കുകളൊക്കെ അണഞ്ഞു പോയി. എങ്കിലും എന്താ ഇവിടെ മതിലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ഇവിടെ ഈ ഒരു ഏരിയ ആലപ്പുഴ കായംകുളം ഏരിയയിലൊക്കെ ഇങ്ങനെ നിറച്ച് വിളക്കുകളൊക്കെ കത്തിച്ച് വെക്കും, വാഴയിൽ കത്തിച്ച് വെക്കും. ഓരോ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതങ്ങനെ എടുത്ത് പറയുന്നത്. പിന്നെ നമ്മളുടെ മുറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തുളസിത്തറയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാഡി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേയധികം പൂത്തിരി പടക്കങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നു കത്തിച്ചു. അപ്പം ശ്രീവാവേ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ പൂത്തിരി പടക്കങ്ങളൊക്കെ കത്തിക്കാൻ. ഇപ്രാവശ്യം പുതിയതായിട്ട് വന്നൊരു പൂത്തിരിയാണ് ഇത് എന്ന് ഡാഡി പറഞ്ഞു. ഇത് നമ്മൾ ഈ കത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിലെ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടി 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 വരും. അപ്പോൾ നമുക്ക് കയ്യിൽ വെക്കുന്നത് അത്ര സേഫായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ കത്തിക്ക് കുത്തി അവിടെ വെക്കും. അതാണ് ഞങ്ങളുടെ പരിപാടി. കാണിക്കേ എങ്ങനെയാ ഇത് കത്തിക്കുന്നേ? പിടിക്കാം. വരുന്നില്ലല്ലോ. വെയിറ്റ് ചെയ്യണോ? ശ്രീബാബ എന്നാ ഓടും ഇപ്പൊ ഇവിടുന്ന്. ശ്രീബാബ ഇത് കത്തിച്ച് കഴിഞ്ഞിട്ട് അത് കത്തിച്ചാ മതി. കത്തി അല്ല, എനിക്ക് തരാനാ. ഇത് വേറെയാ. അയ്യോ, ഞാനിത് ഫ്രണ്ട് ജാമാക്കിയപ്പോഴത്തേക്ക് നിന്റെ പൂത്തിരി തീർന്നു പോയി. ആഹാ, പുതിയ പൂത്തിരിയാ ഇത്. പൊട്ടിത്തെറിച്ച് പൊട്ടുന്നൊരു ടൈപ്പ് പൂത്തിരി. ശ്രീ ഹാപ്പി. അടുത്ത സാധനം തന്നെ ഡാഡി പൊട്ടിക്കാൻ പോവാണ്. ഓടിക്കോ. വലുതാ. ആണോ? ആലോചിക്കുവാ. അതിന് പൊട്ടണമെന്നുണ്ട്, പക്ഷെ പയ്യാന്ന് തോന്നുന്നു വന്നത്, ഇല്ലയോ? കുറച്ചുകൂടെ വലുതായിട്ട് വരണ്ടായിരുന്നു. ആവുന്നില്ല. സൗണ്ടാ മെയിനായിട്ട്. തീർന്ന് പോലെ എന്റെ അടുത്തോട്ട് പോലെ ശ്രീ. വേണ്ട, കൈ നിറച്ച് പൂത്തിരിയായിട്ട് ചേട്ടന്മാരൊക്കെ നടന്നു വരുന്നു. അത് കത്തി തീരട്ടെ മൊത്തം. ഇങ്ങോട്ടെറിയല്ലേ. അടുത്തത് കണ്ട് കത്തിക്കുന്നു.
എന്ത് നോക്കട്ടെ. അടുത്തത് കത്തിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരറ്റത്ത് പൊട്ടലും പടക്കം പൊട്ടിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ അമ്മയെ കാണുന്നില്ല. അപ്പോൾ ഓടി വന്ന് നോക്കിയപ്പോൾ അമ്മ ഇവിടെ ചീനിപ്പേര് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ദ്രുതഗതിയിൽ വറക്കുകയാണ്. അപ്പം അത് വന്ന് നോക്കി. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോൾ വറുത്തിട്ട ചീനി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ എനിക്ക് ചീനി ഉപ്പേരൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയാണല്ലോ അല്ലേ. പെട്ടെന്ന് തന്നെ 5-6 എടുത്ത് വായിലാക്കി. എനിക്ക് എസ്പെഷ്യലി നമ്മൾ ഈ വീട്ടിൽ വറക്കുന്ന ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. അതും നമ്മൾ ആ വറുത്ത് കോരി ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉള്ള ടേസ്റ്റിനേക്കാൾ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അന്നേരം കുറച്ച് പീസസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി വരുന്ന ക്ലിപ്പിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഉത്രാടം ഡേ മോർണിംഗിലുള്ളതാണ്. ആദ്യം ഞാൻ നൈറ്റാണ് കാണിച്ചത്, ഇനി മോർണിംഗ് ആണ്. ഇത് നമ്മുടെ ഷോപ്പിലെയാണ്. ഞാൻ ഷോപ്പിൽ രാവിലെ വന്നപ്പം നമ്മളുടെ അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അടിപൊളി ഒരു അത്തപ്പൂ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നോർമലി വട്ടത്തിലുള്ള അത്തപ്പൂല്ലേ, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചതുരത്തിലുള്ള അത്തപ്പൂവാണ്. പിന്നെ ഞാൻ ഷോപ്പിൽ വന്നതിന് ശേഷം ജസ്റ്റ് എല്ലാവരും ഓണമൊക്കെ അല്ലേ, അപ്പോൾ ആ ഒരു വൈബ് വന്നോട്ടെ എന്ന് വെച്ചിട്ട് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത്, അപ്പോൾ ബ്ലൗസ് ഞാൻ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള കേരള ട്രഡീഷണൽ പക്ക കാശുമാല നമ്മളുടെ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ ലുക്ക്? ആദ്യം ഞാൻ വേറെ ഏതെങ്കിലും മാല ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് ഭയങ്കര ഒരു എലഗൻസ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത്തപ്പൂവൊക്കെ ഇട്ടു, നമ്മളെല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെന്താണ്, നമ്മളെല്ലാവരും കൂടെ സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളുടെ ഉത്രാടൻ ഡേ നമ്മളുടെ ഷോപ്പിലും നമ്മൾ ആഘോഷിച്ചു. ഹലോ, അപ്പം നമ്മളുടെ ഉത്രാടം ദിന ആഘോഷമാണ് നമ്മുടെ സ്റ്റോറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ എല്ലാവരും മലയാളം മംഗന്മാരൊക്കെ ആയിട്ടൊക്കെ, ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു. എല്ലാരും ഉണ്ട്. അപ്പം എല്ലാരും ഓണം മൂഡിലെത്തിയിട്ടുണ്ട്. നാളെ ഓണമാണ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം പറഞ്ഞോ. കാണാവോ? അപ്പൊ എല്ലാവരും